അങ്ങനെ വന്ന് പൊന്നെ കുളിച്ച് പൊന്നോന് ഇന്നത്തെ ഡിന്നർ കാണണ്ട്. പറഞ്ഞ സാധനം എന്താ? ചായ മേടിക്കാനുള്ള ഫ്ലാസ്ക് ഇല്ല, പാല് ഇതാക്കിയില്ല. അതൊക്കെ ഉണ്ട്. അയ്യോ, സ്പൂണുകൾ മാത്രം എടുത്തില്ല. അപ്പോൾ സ്പൂണും ഫോർക്കും ഒന്നും എടുത്തില്ല. തുറക്ക്. ചപ്പാത്തി കേടായെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എടുക്കാനില്ല. വിട് വിട്. എന്താ ചെയ്യുന്നേ? ഇത് ഓപ്പൺ ചെയ്യണ്ടേ? അത് ഓപ്പൺ ചെയ്യാം. എന്താ സാധനം? കൂന്തള് കണവത്ത് വരെ. ഇതെന്താ? സാരില്ല, ടേബിൾ ഞാൻ തുടച്ചോളാം. ഞാൻ തുടയ്ക്കാനുള്ള എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ? മീൻ പൊരിച്ചതാണ്. എന്ത് മീനാണെന്ന് നോക്കൂ. സെക്കൻഡ്. ഇത് മീൻ്റെ ഐറ്റംസ് അറിയത്തില്ലേ? ഇതെന്താണെന്ന് അറിയത്തില്ലേ? എന്താ സാധനം? ഇതെന്താ സാധനം? എന്താ സാധനം പറ. പൊന്നോൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോൺസ്, പിന്നെ പൊന്നോൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാവയ്ക്ക ഉപ്പേരി, പിന്നെ കൂന്തള് തോരൻ, ചോറ്, മീൻ പൊരിച്ചത് എല്ലാം ഇതായി. പക്ഷേ സ്പൂണ് മാത്രം എടുത്തില്ല. മറ്റേ പ്ലേറ്റ് നന്നായിട്ട് പൊട്ടുകയും ചെയ്തു. കൈ കുറെ മുറിഞ്ഞു. കൈ മുറിഞ്ഞിട്ട് ആകെ കറുപ്പല്ല, കറുപ്പ് എടുത്തില്ല. കൈ ഇതാ കുറെ അങ്ങ് ചീന്തി, ഇങ്ങനെ ചീന്തി അങ്ങ് പോയി. ഇവിടെ പൊള്ളുകയും ചെയ്തു. പച്ച പ്ലേറ്റ്. അപ്പൊ നാട്ടിൽ പോകുമ്പോ ഉദ്ഘാടിക്കാൻ വെച്ചിരുന്ന, പുതിയ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് വെച്ചിരുന്നതാണ്. പിന്നെ നാട്ടിൽ പോകുമ്പോൾ ഉദ്ഘാടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയ്യോ, അതും ഉദ്ഘാടിച്ച്. കഫ്താൻ പൊന്നു പറഞ്ഞ മാക്സി അങ്ങനെ ഇട്ടിട്ട്, ശരിക്കും കഫ്താൻ പുറത്തിടുന്ന സാധനമാണ്. പക്ഷേ ഇത് കോട്ടൻ്റെതായതുകൊണ്ട് മാക്സി എന്ന് പറഞ്ഞു പോയത് കൊണ്ട് മാക്സി അങ്ങനെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഓട്ടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതാ വന്നപ്പോൾ മാറ്റി. തിരുവായിക്ക് എതിർവായില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിന്നർ ഒരുമിച്ചും. ഞാൻ ആദ്യം വിചാരിച്ചു അവിടുന്ന് കഴിച്ചാൽ പിന്നെ ബാക്കി കുറച്ച് കൊണ്ടുവന്നതിരുന്നു. പിന്നെ ഞാൻ ഇത്രയും നേരം അവൾ അവിടെ ഇരിക്കുന്നതല്ലേ. കൊള്ളാം മോനോ. കൊറേ നാളെ, നമ്മള് 3 ദിവസമല്ലേ ഉള്ളു ഇങ്ങോട്ട് വന്നിട്ട്. വീട്ടിൽ ചോറുണ്ടാക്കിട്ട് ഇവള് ചോറ് കഴിക്കാത്തോണ്ട് വീട്ടിൽ ചോറുണ്ടാക്കലില്ല. ചപ്പാത്തിയിലാണ് എല്ലാരും, അവക്കും ഞാനും. അപ്പൊ നാട്ടിൽ പോകുമ്പോ ഉദ്ഘാടിക്കാൻ വെച്ചിരുന്ന, പുതിയ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് വെച്ചിരുന്നതാണ്. പിന്നെ നാട്ടിൽ പോകുമ്പോ ഉദ്ഘാടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയ്യോ, അതും ഉദ്ഘാടിച്ച്. കഫ്താൻ പൊന്നു പറഞ്ഞ മാക്സി അങ്ങനെ ഇട്ടിട്ട്, ശരിക്കും കഫ്താൻ പുറത്തിടുന്ന സാധനമാണ്. പക്ഷേ ഇത് കോട്ടൻ്റെതായതുകൊണ്ട് മാക്സി എന്ന് പറഞ്ഞു പോയത് കൊണ്ട് മാക്സി അങ്ങനെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഓട്ടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതാ വന്നപ്പോൾ മാറ്റി. തിരുവായിക്ക് എതിർവായില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിന്നർ ഒരുമിച്ചും. ഞാൻ ആദ്യം വിചാരിച്ചു അവിടുന്ന് കഴിച്ചാൽ പിന്നെ ബാക്കി കുറച്ച് കൊണ്ടുവന്നതിരുന്നു. പിന്നെ ഞാൻ ഇത്രയും നേരം അവൾ അവിടെ ഇരിക്കുന്നതല്ലേ. കൊള്ളാം മോനോ. കൊറേ നാളെ, നമ്മള് 3 ദിവസമല്ലേ ഉള്ളു ഇങ്ങോട്ട് വന്നിട്ട്. വീട്ടിൽ ചോറുണ്ടാക്കിട്ട് ഇവള് ചോറ് കഴിക്കാത്തോണ്ട് വീട്ടിൽ ചോറുണ്ടാക്കലില്ല. ചപ്പാത്തിയിലാണ് എല്ലാരും, അവക്കും ഞാനും. ഉള്ളിയൊന്നും ഇല്ലായിരുന്നു, ചെറിയ ഉള്ളി ഒന്നും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതാക്കിയത്. ഉള്ളി അഴുകി പോവാൻ നമ്മൾ നാട്ടില് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നല്ലേ. അതുകൊണ്ടാണ് ഇനി അഴുകി പോണ സാധനങ്ങൾ ഉമ്മിയല്ലേ പറഞ്ഞത് ഉള്ളി മേടിക്കേണ്ട, അഴുകി പോകും. നമ്മൾ നാട്ടിലെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി എല്ലാം വാരിക്കെട്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ പോണ്, ഇവിടുന്ന് ഡിസ്ചാർജ് ആവട്ടെ എന്നിട്ട് പോവാം. കാരണം റെഗുലർ ചെക്കപ്പ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാനില്ല. നമ്മൾ ലൈഫിൽ അനാവശ്യമായിട്ടുള്ള ടാസ്കുകൾ ഒരുപാട് ദൈവം തരുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടം ഞാൻ റിസ്ക്കും കൂടെ എടുക്കൂല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിന് എത്ര പോസിറ്റീവ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം മാറി, എൻ്റെ സന്തോഷത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയപ്പോൾ തൊട്ട് എത്രത്തോളം മാറി എന്നുള്ളതാണ് ഈ ഒരു സന്തോഷം. അല്ലെങ്കിൽ കരഞ്ഞ് വിളിച്ചൊക്കെ ഇരിക്കേണ്ട ഞാനാണ്.